ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റ്. ഇപ്പൊ അവര് ഹലോ ഫ്രണ്ട്സ്, NB ടിപ്സിലോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുബൂസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇപ്പോൾ കുബൂസിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് എന്നല്ലേ. പക്ഷേ കുബൂസ് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കുബൂസിനെ കുറിച്ചാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുബൂസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. കുബൂസ് തന്നെ ഒട്ടനവധി ഡിഫറെൻറ്റ് സ്റ്റൈലിലും ഡിഫറെൻറ്റ് സൈസിലും ഉള്ള ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ അതിലെപോലെ തന്നെ അതിലൊരു കുബൂസ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുബൂസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, 1K വ്യൂസ് ഉണ്ടായിരുന്നു. ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് അത്രയും വ്യൂസ് കിട്ടിയത്. അതുപോലെ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. ആറ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരെയും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാം ഇതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും പ്രചോദനം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഷോപ്പ് എത്താനായി. പിന്നെ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. നല്ല വെയിലുണ്ട്. 10 മണിയാകുമ്പോൾ തന്നെ നല്ല ചൂടാണ് ഇവിടെ, ഒരു രക്ഷയില്ല. അവിടെ കുബൂസ് ഇതാണ് കുബൂസ്. സോഫ്റ്റ് കുബൂസാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, ക്രിസ്പി. ഡിഫറൻസ് ആയിട്ടുള്ളത് ഇതിൽ ഡീറ്റെയിൽസ് കാണിക്കാം. പക്ഷേ ഇത് ഇവരെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഹലോ, ഓക്കെ. അവരിപ്പോൾ കുബൂസിനുള്ള ബ്രെഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കുബൂസിൻ്റെ ഇത് വെച്ച് അതിലുള്ള ഓവനിൽ വെക്കാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പോയ സമയത്ത് തന്നെ ഒരു സെറ്റ് അവർ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത സെറ്റ് കയറ്റാനുള്ള തത്രപ്പാടിലാണ് അവരിൻ്റെ ഈ ഡോവിൻ്റെ താഴെയുള്ള പൊടി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഉമിയാണ്, നമ്മുടെ തവിടാണ്. ഈ തവിട് തന്നെയാണ് ഈ കുബൂസിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും. അതിനുശേഷം നേരെ ഓവൻ കത്തിച്ചിട്ട് ആ ഓവൻ്റെ ഉള്ളിലേക്ക് ഓരോരോ പീസ് അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്, മെല്ലെയാണ് ആ ക്രെയിന് കറങ്ങുന്നത്. ആ ക്രെയിന് കറങ്ങി ഇവിടെ എത്തുന്ന സമയത്തിനുള്ളിൽ ആ ഓരോ കുബൂസും ബ്രെഡ് എല്ലാം പൂരി പോലെ പൊങ്ങിയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. അത് നോക്കിയാൽ അത്രയും ഫുൾ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും വളരെ ഭംഗിയോടെയാണ്. ശരിക്കും വലിയ പൂരി പോലെ ഓയിലില്ലാതെ പൊങ്ങിയാണ് വരുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും. പ്രവാസികളായ എല്ലാ മച്ചന്മാരും ഈ ഒരു കുബൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് തവിടിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വെച്ചൊരു കുബൂസിൻ്റെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എത്രത്തോളം ഗുണകരമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഈ കുബൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ്. എനിക്ക് ഈ കുബൂസ് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഹവലിയിൽ വളരെ സുലഭമാണ്, എല്ലാവിടെയും ഹവലിയിൽ കിട്ടും. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടുമോ എന്നറിയില്ല, കുവൈറ്റിൽ എല്ലാവിടെയും കിട്ടുമോ എന്നറിയില്ല. പക്ഷേ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. സാധാരണ കുബൂസിനെക്കാട്ടിലും ഇത് 50 ഫിൽസിന് 2 പീസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ സാധാരണ കുബൂസ് നമുക്ക് 50 ഫിൽസിന് ഒരു പാക്കറ്റ് കിട്ടുമെങ്കിൽ ഇത് 2 പീസാണ് കിട്ടത്തുള്ളൂ. പക്ഷേ അതിനനുസരിച്ചുള്ള ഗുണം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും. ഓക്കെ ഗൈസ്, എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു കുബൂസ് ഉണ്ടാക്കുന്നത്. നോക്കി പൂരി പോലെ പൊങ്ങി വരുന്നു, ഓയിലില്ലാതെ. അത് നോക്കി ഒരു 3 മിനിറ്റ് കൊണ്ട് ഒരു 50 കുബൂസ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ സ്പീഡ് സെറ്റിങ്ങും അതിൻ്റെ ഫയർ ടെമ്പറേച്ചർ സെറ്റിങ് എല്ലാം ഒരു കറക്റ്റാണ്. ഇതാണ് ഈ കുബൂസ്. ഓക്കെ ഗൈസ്, ഭയങ്കര സോഫ്റ്റാണ്. കഴിക്കാൻ കട്ടിപൊളിയാണ്. നോക്കി ബ്രെഡ് വരെ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ പുറത്തന്നെ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നുണ്ട് ഈ ഉമി തവിടിൻ്റെ കണ്ടൻസ്. ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. നോക്കി ഭയങ്കര സോഫ്റ്റാണ്. ഇത് നമ്മുടെ പാറക്കണ സ്പെഷ്യൽ കറിയാണ്. ഭാരതപ്പുഴമാരി ഉണ്ട് കറി.
കുഴപ്പമില്ല, ടേസ്റ്റ്. അപ്പം പുളിക്കില്ല, അങ്ങനെ ഒരു കണക്കുണ്ട്. ഐ തിങ്ക് അതിൽ ഈസ്റ്റ് ഉണ്ട് തോന്നുന്നു. ഐ തിങ്ക് ഈസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ കാരണം. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ബെൽ ബട്ടൺ കൂടി അമർത്തുക ഗൈസ്.